मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। The person you trying to call currently busy. The number you are dialed is not reachable. ഓഹോ, ഒരു നമ്പർ കിട്ടുന്നില്ല. ഹലോ കിറ്റി, നീ എങ്ങോട്ടെങ്കിലും പോവാണോ? അല്ലല്ല, എല്ലാ ലഗേജും പാക്ക് ചെയ്ത് ഇവിടെ വെയില് കൊള്ളാം. നീ എന്തിനാ റോഡിൽ നിൽക്കുന്നേ? നമുക്ക് വരാന്തയിൽ ഇരുന്നുകൊണ്ട് വിശ്രമിക്കാലോ. ഹണി പ്ലീസ്, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വന്നിരിക്കാം. എന്തു പറ്റി? എനിക്ക് ഷൂട്ടിങ്ങിന് മൗറീഷ്യസിൽ പോണം. 2 മണിക്കൂറിൽ എന്റെ ഫ്ലൈറ്റാ. ടാക്സി ആണെങ്കിൽ ബുക്ക് ആവുന്നില്ല. ഇന്ന് ടാക്സി ഡ്രൈവേഴ്സിന്റെ ഹർത്താലാണ്. ഞങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ നിറവേറ്റി തരണം. എന്ത്? എനിക്കിന്ന് മൗറീഷ്യസിൽ പോയേ പറ്റൂ. കന്നാസാറും ഇല്ല. ഞാനിപ്പോ എന്ത് ചെയ്യും? ആഹാ, കാട്ട്കർ മേഡത്തിന്റെ കാർ. എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യൂ പ്ലീസ്. 1 മണിക്കാ എന്റെ ഫ്ലൈറ്റ്. ഓക്കേ, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. എടാ കഴുതേ, മൗറീഷ്യസ് വരെ എങ്ങനെയാ കാറിൽ പോകുന്നേ? എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യേണ്ട കാര്യമാ പറഞ്ഞേ. ആ ഓക്കേ, അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാൻ കാർ എടുത്തോണ്ട് വരാം. ഒന്ന് വേഗം ചെല്ലു സോദാർ. എന്റെ ഫ്ലൈറ്റ് മിസ് ചെയ്യാൻ പാടില്ല. നീ ടെൻഷൻ ആവണ്ട. ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ഇനി 1 മണിക്കൂറേ ഉള്ളൂ. നമുക്ക് വേഗം പോകാം. നോ വറീസ് കിറ്റി, ഇപ്പൊ എല്ലാം ഓക്കെ ആണ്. സോദാർ ഒന്ന് വേഗം ഓടിക്ക്. ഇതിനേക്കാൾ വേഗത്തിൽ ഓടിക്കാൻ പറ്റില്ല ബണി. ഇന്ന് നിന്റെ ഡ്രൈവിംഗ് ആണ് ആവശ്യം. ഒന്ന് വേഗം പണി. ഫ്ലൈറ്റ് മിസ് ചെയ്യാൻ പാടില്ല. നോ വറീസ് കിറ്റി, എല്ലാം ഓക്കെ എന്ന് പറഞ്ഞില്ലേ? ബണി നിർത്ത് നിർത്ത്. ഇല്ല, കിറ്റിയെ വേഗം കൊണ്ടുപോയി എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. ലഗേജ് ഒക്കെ താഴെ വീണ് കിടക്കുക. അതില്ലാതെ ഇവൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യും? അയ്യോ, എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നേ? ഇന്ന് എന്റെ ഫ്ലൈറ്റ് തീർച്ചയായും മിസ് ആവും. ഫ്ലൈറ്റ് മിസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ബണി എയർപോർട്ടിലേക്കാ പോകേണ്ടത്, മുകളിലേക്കല്ല. എനി ഡൗട്ട്? ഒന്നും പറ്റില്ല, എന്റെ ഡ്രൈവിംഗ് സേഫാ. പണ്ട് പറയാറുണ്ട് സുഹൃത്തിന് വേണ്ടി ജീവൻ പോലും കൊടുക്കൂന്ന്. പക്ഷെ ബന്നി അത് സത്യമാക്കുന്നു തോന്നുന്നു. നോ വറീസ് കിറ്റി, ഇവിടെ എല്ലാം ഓക്കെ ആണ്. ഇപ്പൊ ഇതെന്ത് പ്രശ്നോ? വരൂ, പോയി നോക്കിട്ട് വരാം. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റു, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റു. സാർ, ഇവിടെ എന്താ സംഭവിക്കുന്നേ? ഞങ്ങൾ ആവശ്യം നിറവേറ്റാനായി 1 മണിക്കൂർ സ്ട്രൈക്ക് ചെയ്തോണ്ടിരിക്കുക. ഒരു വണ്ടി മുന്നോട്ട് പോകുക. 5 മിനിറ്റിന് ശേഷം സ്ട്രൈക്ക് തുടങ്ങൂ. എന്നാലേ നിങ്ങൾ ഈ നടത്തുന്ന സ്ട്രൈക്ക് വിജയിക്കത്തുള്ളൂ. ഏയ്, എന്നെ കണ്ട മണ്ടനാന്നേ പറയൂ, പക്ഷെ അങ്ങനല്ല. ഞങ്ങള് മുഹൂർത്തം നോക്കിയാ ഈ സ്ട്രൈക്ക് തുടങ്ങിയത്. ചെല്ല്. എന്റെ ഫ്ലൈറ്റ് എനിക്കിന്ന് മിസ് ആവും. അത്രയും വലിയ ഫിലിം കൈവിട്ടു പോവും. അങ്ങനെ പോവില്ല.
ബന്നി സൈഡിലുള്ള ഷോർട്ട് കട്ട് എടുക്ക്. ഇത് എയർപോർട്ടിലേക്കുള്ള ഷോർട്ട് വഴിയാണ്. നോ വറീസ് കിട്ടി. ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ? മറ്റൊരു പ്രശ്നം, ടയർ പഞ്ചറായി പോയി. എനി ഡൗട്ട്? ജോർദാർ സ്റ്റെപ്നി എടുക്ക്. സ്റ്റെപ്പിനി ഒന്നേ ഉള്ളൂ, ബാക്കിലുള്ള 2 ടയറുകളും പഞ്ചറാ. എന്റെ ഫ്ലൈറ്റ് പോയി. അങ്ങോട്ട് നോക്കിയേ. ഇവിടെ ഇത്രയും പ്രശ്നത്തിന്റെ ഇടയില് നിനക്കിപ്പോ ഭക്ഷണമാണോടാ പ്രധാനം? എടാ മണ്ട, ദാബയ്ക്ക് അടുത്തേക്ക് നോക്ക്, അവിടെ ഒരു പഞ്ചർ കടയുണ്ട്. ചേട്ടാ വേഗം വന്ന് ഞങ്ങളുടെ കാറിന് പഞ്ചർ ഇട്ടതാ. എന്നെ കണ്ടിട്ട് പഞ്ചർ ഇടുന്ന ആളെ പോലെ തോന്നുന്നുണ്ടോ നിങ്ങക്ക്? അതെ, അതിനല്ലേ പഞ്ചർ കടയും തുറന്നിങ്ങനെ ഇരിക്കുന്നത്. എടോ ഞാൻ തന്നെ പഞ്ചറായിരിക്കാം. നിങ്ങളും പഞ്ചറായിരുന്നോ? എവിടെ? എടോ മണ്ട, ഞാനല്ല, എന്റെ കാറാ പഞ്ചറായിരിക്കുന്നത്. പഞ്ചർ ഇടുന്നവൻ ലസ്സി കഴിക്കാൻ പോയിരിക്ക. 1 മണിക്കൂർ കഴിഞ്ഞേ വരൂ. 1 മണിക്കൂർ പഞ്ചർ ഇടാൻ എടുക്കും. ഓ ദൈവമേ, എന്റെ 2 മണിക്കൂർ വേസ്റ്റ് ആവും. ഐഡിയ. നിങ്ങൾ 2 മണിക്കൂർ നേരം ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? അപ്പൊ നിങ്ങളുടെ 2 ടയർ അഴിച്ച് ഞങ്ങൾക്ക് താ. അപ്പൊ ഞങ്ങളുടെ കാറിൽ 4 ടയർ ആകും. പഞ്ചറായ 4 ടയർ നിങ്ങൾ പഞ്ചർ ഒട്ടിച്ചു വെക്കി. ഓ അതൊന്നും വേണ്ട, നിങ്ങൾ പൊയ്ക്കോ. യാതൊരു പരിചയമില്ലാത്ത ആളുകളാ നിങ്ങള്. പരിചയപ്പെടുന്നത് ചെയ്താലേ മനസ്സിലാകൂ. ഹായ്, എന്റെ പേരാണ് പോപ്പറ്റ്. പിന്നെ എന്റെ പേര് സുഖ്വന്ത് സിംഗ്. ഇപ്പൊ പരിചയമായി. ബണ്ണി, ടയർ അഴിച്ചെടുക്ക്. വേണ്ടാന്നേ. ചേട്ടാ ഒന്ന് മനസ്സിലാക്ക്, എന്റെ ഫ്രണ്ടിന്റെ ഫ്ലൈറ്റ് മിസ്സാവും. നിങ്ങൾക്ക് അവളുടെ അനുഗ്രഹം കിട്ടും. പിന്നെ ഈ കാറ് SUV ആയി മാറും. എന്നിട്ട് അത് സ്പോർട്സ് കാറായി മാറും. എടാ കൊച്ചനെ, നീ എനിക്ക് നല്ല സ്വപ്നം കാണിക്കുന്നു. ചേട്ടാ ഒന്ന് സഹായിക്കേട്ടാ, എന്റെ സുഹൃത്ത് ഇപ്പൊ കഷ്ടത്തിലാവുള്ളത്. അനുഗ്രഹം മേടിച്ചോളൂ. മരുന്ന് സഹായിച്ചില്ലെങ്കിലും അനുഗ്രഹം സഹായിക്കും. എനി ഡൗട്ട്? ശരിയാ മുത്തേ, സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ടയർ എടുത്തോണ്ട് പോയിക്കോ. ടയർ അഴിക്കേ. ജോർദാർ എവിടെ പോയി? പൊറോട്ട കഴിച്ചോണ്ടിരിക്കാണ്. ആ തീറ്റപ്പണ്ടാരത്തിന് ആടിയാ കൊടുക്കേണ്ടത്. എനി ഡൗട്ട്? ജോർദാർ ഇങ്ങ് വാ. താങ്ക് യു ചേട്ടാ. ആ ബൈ ബൈ മുത്തുകളെ. നോ വറീസ് കിറ്റി. ഇപ്പൊ എല്ലാം ഓക്കെ ആയി. ഇനി ഫ്ലൈറ്റ് മിസ്സാവില്ല. ഇനി 1.5 മണിക്കൂറുണ്ട്. എന്റെ ഫ്ലൈറ്റ് മിസ്സാവുന്ന ലക്ഷണ. അയ്യോ, വരൂ പോയി നോക്കാം. നിങ്ങൾ ഫൈന് കെട്ടിയേ മതിയാവൂ. അതൊന്നും കേട്ടാൻ പറ്റില്ല. എന്റെ അങ്കിൾ ആരാണെന്ന് അറിയോ? ആരാണെങ്കിലും എന്താ, റൂൾസ് എല്ലാവർക്കും ഒന്നാ. ആ നിങ്ങൾ സിഗ്നൽ ബ്രേക്ക് ചെയ്തിരിക്കുക. അതെ, ബ്രേക്ക് ചെയ്യും. നിങ്ങളെ കൊണ്ട് എന്ത് പറ്റുമോ ചെയ്തോ. ഞാൻ ഓഫീസിലേക്ക് പോകേണ്ടതാ. എന്നെ പോവാൻ സമ്മതിക്ക്. ചേട്ടാ, എന്റെ ട്രെയിൻ മിസ്സാവും. ഒന്ന് പെട്ടെന്ന് എല്ലാരും ഒന്ന് ക്ലിയർ ആക്ക് പ്ലീസ്. സാറേ, റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈന് കിട്ടണം. ഞാൻ ഫൈൻ കെട്ടാം, പക്ഷേ എന്റെ അങ്കിൾ ആരാന്ന് എനിക്ക് അറിയില്ല. അറിയില്ലെന്നാണോ പറഞ്ഞേ? നിങ്ങളുടെ അങ്കിൾ ആരാണെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ലേ? എനിക്കറിയാം. ആ ട്രാഫിക് പോലീസിനെ ഒന്നും അറിയാത്ത. ബണ്ണി, ഫ്ലൈറ്റിന് സമയമാവുന്നു. വേഗം എന്തെങ്കിലും ചെയ്യ.
ടെൻഷൻ ആവണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ഹണി, ഇയാളുടെ അങ്കിൾ വളരെ ഫേമസ് ആയിട്ടുള്ള ആളാ. പക്ഷെ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഇയാൾ ഒരു ചെലാനും കെട്ടാൻ പോകുന്നില്ല. അതെന്താ? ഇത് നോക്ക്, ഈ പോലീസ് അങ്കിൾ നേരുള്ള ആളാ. ഇവര് ഫൈൻ കെട്ടിയില്ലെങ്കിൽ ഇവരുടെ കാറിനെ സീസ് ചെയ്ത് കളയും. എന്നിട്ട് ലൈസൻസ് മേടിച്ച് കോർട്ടിലേക്ക് പോകേണ്ടി വരും. അങ്കിൾ ഫേമസ് ആയത് കാരണം ന്യൂസിലും വരും. അതിനുശേഷം അങ്കിളുടെ പേര് ചീറ്റാവും. എന്നിട്ട് ഇയാളുടെ കയ്യിലുള്ള കാർ അങ്കിൾ എടുക്കും. അത് കഴിഞ്ഞാൽ ഇയാൾ ഓട്ടോറിക്ഷയിൽ വേണം ചുറ്റാൻ. പിന്നെ ചലാൻ എന്തിനു കെട്ടണം? അങ്കിൾ പോട്ടെ, വിട്ടേക്കൂ. ഫൈൻ തന്നാ പോകാൻ അനുവദിക്കാം. നിങ്ങൾ എന്തിനാ സാർ ഇങ്ങനെ ചാണ്ടി പിടിക്കുന്നേ? ഇദ്ദേഹത്തിന്റെ അങ്കിൾ ആരാണെന്ന് അറിയോ? അങ്കിളിനെ എന്തിനാ വെറുതെ നടുക്ക് കൊണ്ടുവരുന്നത്? ഞാൻ ചെല്ലാൻ കെട്ടിക്കോളാം. താങ്ക്സ് കുട്ടികളെ. അയ്യോ, ഇത് ഞങ്ങളുടെ കടമയല്ലേ അങ്കിൾ. വരൂ സുഹൃത്തുക്കളെ. ബൈ. ബൈ. താങ്ക് യു. നിങ്ങൾ കാരണം ഇന്ന് ഞാൻ കൃത്യസമയത്ത് എത്തി. ഇല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറിനൊപ്പമുള്ള ഈ പടം എനിക്ക് മിസ്സായേനെ. പിന്നെ എനിക്ക് ഉറങ്ങാനേ കഴിയില്ല. ഞാൻ സത്യം ചെയ്ത് പറയാണ്, എന്നെ കാരണം എന്റെ ഫ്രണ്ടിന്റെ പ്രശ്നം തീർന്നെന്ന് വെച്ചാ അത് എനിക്ക് സന്തോഷം തരുന്ന കാര്യമല്ലേ? നിന്നെ കാരണോ? Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play.